തായ്വാനെ സംരക്ഷിക്കുന്ന തായ്വാനെ ചൈനയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ മുൻനിർത്തി അമേരിക്കയ്ക്കെതിരെ വമ്പൻ നീക്കങ്ങളിലേക്ക് ചൈന കടക്കുന്നു എന്ന വിവരം പുറത്തുവരികയാണ്. അമേരിക്കയും തായ്വാനും തമ്മിലുള്ള സൈനിക ബന്ധത്തെ ശക്തമായി എതിർക്കുന്നു എന്നതാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. യുഎസും തായ്വാനും തമ്മിലുള്ള സൈനിക ബന്ധത്തെയും തായ്വാൻ ആയുധമാക്കാനുള്ള യുഎസിന്റെ ഏത് ശ്രമത്തെയും ചൈന ശക്തമായി എതിർക്കുന്നുവെന്നാണ് യുഎസ് നിയമനിർമ്മാതാക്കളുടെ തായ്വാനിലെ സന്ദർശനത്തെ മുൻനിർത്തി ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് തുറന്നടിച്ചത്. തായ്വാന് സമീപം ചൈന വമ്പിച്ച സൈനികാഭ്യാസം നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് യുഎസ് നിയമനിർമ്മാതാക്കളുടെ തായ്വാനിലേക്കുള്ള സന്ദർശനം. ഇത് ചൈനയെ വിരളി പിടിപ്പിച്ചു എന്ന് തന്നെ പറയാം. പത്രസമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്ത് ഒരു ചൈന മാത്രമേ ഉള്ളൂ. ചൈനയുടെ പ്രദേശത്തിന്റെ അവിഭാജ്യ ഭാഗമാണ് തായ്വാൻ. യുഎസും തായ്വാനും തമ്മിലുള്ള സൈനിക ബന്ധത്തെയും അവരുടെ ഏത് ശ്രമത്തെയും ചൈന ശക്തമായി എതിർക്കുന്നു. തായ്വാനെ ആയുധമാക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. തായ്വാൻ കാർഡ് കളിക്കുന്നത് നിർത്താനും ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കാനും തായ്വാൻ സ്വാതന്ത്ര്യം വിഘടനവാദി ശക്തികളെ പിന്തുണയ്ക്കുന്നതും കൂട്ടുകൂടുന്നതും അവസാനിപ്പിക്കാനും ചൈന യുഎസ് ബന്ധങ്ങളും കടലെടുക്ക് സമാധാനവും തകർക്കുന്നത് നിർത്താനും യുഎസിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. തായ്വാന്റെ പ്രതിരോധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച യുഎസ് നീക്കത്തെ ഒരു ചൈന തത്വത്തിന്റെ ലംഘനമായിട്ടാണ് മാവോ നിങ് കണ്ടത്. ചൈനയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് യുഎസ് കോൺഗ്രസിലെ അംഗങ്ങൾ ഇപ്പോഴും തായ്വാൻ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഇത് ഒരു ചൈന തത്വം എന്നതിനെ അധിക്ഷേപിക്കുകയാണ് എന്നാണ് ചൈനയുടെ വാദം. തായ്വാൻ സ്വാതന്ത്ര്യം വിഘടനവാദി ശക്തികൾക്ക് ഗുരുതരമായ തെറ്റായ സൂചന നൽകുന്നുവെന്നും ചൈന വാദിക്കുന്നുണ്ട്. ചൈന ഇതിനെ ശക്തമായി എതിർക്കുകയും യുഎസിനോട് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നും ഇനിയും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നുമാണ് ചൈനയുടെ പക്ഷം. ദേശീയ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും ശക്തമായി സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ തങ്ങൾ സ്വീകരിക്കുമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് യുഎസിന് നൽകിയ മുന്നറിയിപ്പ്. അതേസമയം ചൈനയുടെ ഗീർവാണങ്ങൾക്ക് പുല്ലുവിലയാണ് അമേരിക്ക നൽകിയത്. വലിയ സൈനികാഭ്യാസങ്ങളുമായി ചൈന ദ്വീപിനെ വളഞ്ഞതിന് തൊട്ടു പിന്നാലെ സ്വയംഭരണ ദ്വീപിലേക്കുള്ള അമേരിക്കയുടെ സന്ദർശനം തന്നെ ചൈനയോടുള്ള യുഎസിന്റെ വെല്ലുവിളിയായി തന്നെ കാണാം. ഇനിയും ചൈനയ്ക്കെതിരായ തായ്വാൻ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്നാണ് യുഎസ് സെനറ്റർമാർ വാഗ്ദാനം ചെയ്തത്. ഒരു വർഷത്തിലേറെയായി ചൈന നടത്തിയ ഏറ്റവും വലിയ അഭ്യാസമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ തായ്വാനുമേലുള്ള അഭ്യാസങ്ങൾ. തായ്വാൻ പുതിയ പ്രസിഡന്റായ ലായ് ചിങ്-ടെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ചൈന ശിക്ഷാഭ്യാസങ്ങൾ എന്ന രീതിയിൽ സംഹാരതാണ്ഡവമാടിയത്. ദ്വീപിന്റെ പരമാധികാരത്തെയും വ്യതിരിക്തമായ സ്വഭാവത്തെയും പ്രോത്സാഹിപ്പിച്ചതിന് ലായ് ചിങ്-ടെയെ ചൈന പരസ്യമായി നിന്ദിക്കുകയും പുച്ഛിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയുടെ തലവനായ യുഎസ് പ്രതിനിധി മൈക്കൽ മക്കോൾ ഈ അഭ്യാസങ്ങളെ ജനാധിപത്യത്തെ ശിക്ഷിക്കാനുള്ള ഭീഷണിപ്പെടുത്തൽ തന്ത്രമെന്നാണ് വിശേഷിപ്പിച്ചത്. യുഎസിൽ നിന്നുള്ള പ്രതിരോധ ആയുധങ്ങളുടെ വിതരണം വേഗത്തിലാക്കി തായ്വാന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തായ്വാനിൽ യുഎസിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് മക്കോൾ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. തായ്വാന് അടുത്തിടെയുള്ള വിദേശ സൈനിക ധനസഹായം യുഎസ് ഹൗസ് അംഗീകരിച്ചു കഴിയുകയും ചെയ്തു. തായ്വാനുമായി യുഎസ് ശക്തവും എന്നാൽ അനൗപചാരികവുമായ ബന്ധമാണ് പുലർത്തുന്നത്. സ്വയം പരിരക്ഷിക്കുന്നതിന് ദ്വീപിന് ആയുധങ്ങൾ നൽകേണ്ടത് നിയമപ്രകാരം ആവശ്യമാണ് എന്നതും എടുത്തു പറയണം. തായ്വാൻ ഒരിക്കലും ഭരിച്ചിട്ടില്ല എങ്കിലും ചൈനയുടെ ഭരണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കുകയും ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനെതിരെ ശക്തമായി അമേരിക്കയും തായ്വാനൊപ്പം രംഗത്ത് വന്നിരിക്കുകയാണ്. തായ്വാനെ ഒരു തരത്തിലും സ്വന്തമാക്കാൻ ചൈനയെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അമേരിക്കയും പറയുന്നത്. തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യം തന്നെയാണ്. അത് നിലനിർത്താൻ പരിപൂർണമായും ശ്രമിക്കുമെന്ന് തന്നെയാണ് തായ്വാനും അമേരിക്കയും ഒരേ സ്വരത്തിൽ പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ നീക്കങ്ങളെല്ലാം തന്നെ ചൈനയെ വലിയ രീതിയിലാണ് അലോസരപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചൈന പറയുന്നത്. പക്ഷേ ചൈന എന്ത് തന്നെ പറഞ്ഞാലും തായ്വാനിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ, തായ്വാനെ പിടിച്ചടക്കുവാൻ അമേരിക്ക അനുവദിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം.